ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലൊരു ചിക്കൻ പിസ്സ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ? ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്യുക, എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അല്പം ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഉപയോഗിക്കാം. 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരു പാൻ അടുപ്പിൽ വെക്കുക. ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പിസയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ ചെറിയ കഷ്ണം സവാളയും ഒരു പകുതി തക്കാളിയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും നന്നായി കുക്കായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം തീ ഓഫ് ചെയ്യുക. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ നമ്മുടെ പിസയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയായി. ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഇനി നമുക്ക് പിസയുടെ ബേസ് തയ്യാറാക്കിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിസയുടെ വലുപ്പത്തിനനുസരിച്ച് തന്നെ ബ്രെഡുകൾ എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ടയെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡിൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുക്കരുതേ. അങ്ങനെയാകുമ്പോൾ കുക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇതൊരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് മുട്ടയിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ബ്രെഡും മുട്ടയും കൂടെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിലോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ പരത്തിയെടുക്കണം. ഒരു പിസയുടെ ഷേപ്പിലൊക്കെ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെ നമുക്ക് പിസക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് എടുത്തത്. അതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേ അളവ് തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. ചില്ലി സോസ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ പിസക്കുള്ള സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡ് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുകളിലായിട്ട് ഒരു പാത്രം വെച്ച ശേഷം തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വെച്ച് മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ പിസ്സ സോസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസൊന്നും എല്ലാവരെയും കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ തയ്യാറാക്കാൻ ശ്രമിച്ചാൽ മതി. ഇതിലേക്ക് ചില്ലി സോസ് കൂടെ ചേർക്കുകയാണെങ്കിൽ ഒറിജിനൽ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് സോസ് ഒരുപാട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര അങ്ങ് ഇഷ്ടം ഉണ്ടാവുകയില്ല. മുഴുവനായും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ചീസ് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് മുഴുവനായും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസയുടെ ഒരു ഫ്ലേവറും അതൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള 2 ഐറ്റംസ് മാത്രം മതി കേട്ടോ ഒറിഗാനോ തയ്യാറാക്കാൻ. അതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചീസ് ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. ചീസ് ഉപയോഗിക്കുമ്പോൾ മൊസറല്ല ചീസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സ്ലൈസ്ഡ് ചീസ് ഉപയോഗിച്ചത്. ചീസിൻ്റെ മുകളിലായിട്ട് അല്പം ചില്ലി ഫ്ലേക്സും അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സോസും ഫില്ലിങ്സും ചീസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്കൊക്കെ ചീസ് ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ, അതൊക്കെ നമ്മളെ ചോയ്സാണേ. ഇതിൻ്റെ കൂടെ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസ്സയിൽ അത് മസ്റ്റായിരിക്കും.
കാണാൻ അതിൻ്റെ അത്ര അങ്ങ് പെർഫെക്റ്റ് ഷേപ്പിലൊന്നും അല്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല കേട്ടോ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ട്രൈ ചെയ്യുക.